എപ്പോഴും നിങ്ങളുടെ കൂടെ നടക്കുന്ന കൂട്ടുകാരനായതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അവനെ പിടിച്ച് നിങ്ങളുടെ ബിസിനസ്സിലെ കോ ഫൗണ്ടർ ആക്കരുത്. ദിസ് ഇസ് ഡേ 1 ഓഫ് ബിൽഡിംഗ് എ $1 million കമ്പനി ഇൻ ജസ്റ്റ് 365 ഡേയ്സ്. നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ എല്ലാ സംഗതികളും കൂടെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. യു ജസ്റ്റ് നീഡ് എ ഗുഡ് പാർട്ട്ണർ ടു കംപ്ലീറ്റ് യു. സച്ചിൻ ബെൻസാലും ബിന്നി ബെൻസാലും കൂടെ ഫ്ലിപ്കാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരാൾക്ക് ടെക്കിലായിരുന്നു കൂടുതൽ കഴിവുണ്ടായിരുന്നതെങ്കിൽ രണ്ടാമത്തെ ആൾ ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നതിൽ പുലിയായിരുന്നു. ആൻഡ് അവരുടെ ബിസിനസ്സിന് ആവശ്യമുള്ളതും അവർക്ക് അറിയാവുന്നതുമായിട്ടുള്ള പണി അവർ കൃത്യമായിട്ട് ചെയ്തപ്പോൾ അവരുടെ ബിസിനസ് ഒരു വലിയ സക്സസ് ആയി മാറി. ഇനി നാളെ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബിസിനസ്സിന് ആവശ്യമുള്ളതും നിങ്ങൾക്ക് ഇല്ലാത്തതുമായിട്ടുള്ള ഒരു സ്കില്ലുള്ള ആളെ വേണം നിങ്ങളുടെ ബിസിനസ്സിലേക്ക് നിങ്ങൾ കോ ഫൗണ്ടർ ആയിട്ട് കൊണ്ടുവരാൻ. ഞങ്ങളുടെ സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള സൈനോണിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്തതിൽ നിഖിൽ ബ്രോയ്ക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ആൻഡ് പിന്നെ പുള്ളിക്ക് ആവശ്യം ഈ ബിസിനസ്സിനെ മാർക്കറ്റ് ചെയ്യാൻ സഹായിക്കുന്ന സ്കിൽസ് ഉള്ള ഒരാളായിരുന്നു. ആൻഡ് അങ്ങനെയാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് കോ ഫൗണ്ടർ ആയിട്ട് എത്തുന്നത്. ആൻഡ് ദിസ് വാസ് അവർ ഫസ്റ്റ് മീറ്റിംഗ്. ആദ്യത്തെ ദിവസം തന്നെ നമ്മുടെ ബിസിനസ് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ എന്തായി തീരണമെന്ന ഒരു കൃത്യമായ പ്ലാൻ ഞങ്ങൾ ബിൽഡ് ചെയ്തു. ആൻഡ് അന്നേ ദിവസം തന്നെ കുറച്ച് പൊട്ടൻഷ്യൽ ക്ലയൻസുമായിട്ട് മീറ്റിംഗ്സും ഞങ്ങൾ കണ്ടക്ട് ചെയ്തു. പക്ഷെ അപ്പോഴാണ് ഞങ്ങളുടെ ബിസിനസ്സിൽ ഒരു കുറവുണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കിയത്. ആൻഡ് അതെന്താണെന്നുള്ളത് നാളെ പറഞ്ഞുതരാം.